കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. പത്രോസ് എഴുതിയ 1 ലേഖനം 2 വാക്യത്തിൽ നാം രാജകീയ പുരോഹിതവർഗമാകുന്നു എന്ന് നമ്മെ അഭിസംബോധന ചെയ്തിരിക്കുന്നതിനാൽ പഴയ നിയമത്തിലെ പൗരോഹിത്യവർഗത്തെയും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന ഏകമഹാപുരോഹിതൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പുതിയ നിയമ വിശുദ്ധന്മാരെയും താരതമ്യം ചെയ്ത് പഠിക്കുന്ന വിഷയമാണ് നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദാം എന്ന ആദ്യ മനുഷ്യനെ പരീക്ഷിച്ച് മാനവരാശി അന്നു മുതൽ ഇന്നു വരെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാപം, മരണം, മഹിമയില്ലായ്മ, ഈ തന്ത്രങ്ങൾ, വേദനകൾ എല്ലാറ്റിനും കാരണക്കാരനായി തീർന്ന പിശാച് അവസാനത്തെ ആദാമാകുന്ന ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ദൈവപുത്രനെയും ശോധന ചെയ്ത പരിശോധിച്ച വിഷയത്തിൻ്റെ താരതമ്യ പഠനമാണ് ഇത്. ദൈവപുത്രൻ്റെ അടുക്കൽ വന്ന് അവൻ പ്രയോഗിച്ച 3 തന്ത്രങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. മത്തായി സുവിശേഷം 4:3. ഇത് ജഡമോഹത്തെ കാണിക്കുന്നതാണ്. 40 ദിവസത്തെ ഉപവാസത്തിനു ശേഷം നോക്കണം, 40 ദിവസവും പിശാച് അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിലവൻ വീണില്ല എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4 എഴുതിയിട്ടുണ്ട്. 40-ാമത്തെ ദിവസം, അന്ത്യദിവസം, അതിന് വിരാമം കുറിച്ചുകൊണ്ട് ദൈവപുത്രൻ ഉപവാസം നിർത്തുന്ന ദിവസം തൻ്റെ അടുക്കൽ വന്നു. വിശക്കുന്നു എന്ന് 40 ദിവസം ഉപവസിച്ചതല്ലേ. പിശാചിന് മനസ്സിലായതുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിർജ്ജന പ്രദേശമാണ്, ഇവിടെ കല്ലുകൾ ഒരുപാടുണ്ട്, നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കണം. ജഡമോഹം അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ. ദൈവപുത്രൻ കൊടുത്ത ഉത്തരം അതിമനോഹരവും അതിവിസ്മയവുമാണ്. അവൻ ദൈവപുത്രനാണ് തെളിയിപ്പാൻ വന്നവനല്ല, ദൈവപുത്രനായതുകൊണ്ട് വന്നതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് പിശാചേ നീ മനസ്സിലാക്കിക്കൊള്ളണം. ഉദ്ധരിച്ചത് ആവർത്തന പുസ്തകം 8-3 വാക്യത്തിൽ നിന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:4 ഇതേ പദം പിശാചിനോട് ദൈവം അരുളി ചെയ്തു. ഉത്തരം കേട്ട് തോൽവി അടഞ്ഞുവെങ്കിലും തോൽവി സമ്മതിക്കുകയോ അംഗീകരിക്കുകയോ പരീക്ഷകൻ ചെയ്യാതെ അവൻ 2ാമത്തെ അടവുമായി ദൈവപുത്രനെ സമീപിക്കുന്നു. നോക്കുക, പത്രോസ് എഴുതിയ വചനം എത്രയോ വാസ്തവമാണ്. നിങ്ങളിൽ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ചുകൊണ്ട് അലർന്ന സിംഹം പോലെ 1ാമത്തെ പരിശോധനയിൽ, പരീക്ഷണത്തിൽ ഇയ്യോബിനെ വീഴ്ത്തുവാൻ കഴിയാതെ അവനുള്ളതെല്ലാം നഷ്ടമാക്കി 2ാമത് അവൻ ഏകനായി വസിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ വന്ന് 2ാമത്തെ പരീക്ഷണം നടത്തുന്നത് പോലെ ദൈവപുത്രൻ്റെ അടുക്കൽ. തന്ത്രം നമ്പർ 2. അനന്തരം പിശാചി ദൈവപുത്രനെ വിശുദ്ധ നഗരത്തിൽ യെരുശലേം ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ 35 മുഴം അഥവാ 53 അടി ഉയരത്തിൽ ഉള്ള ഗോപുരത്തിന്മേൽ കൊണ്ടുപോയി. എന്താ, ദൈവപുത്രൻ അത് വേണ്ട എന്ന് പറയാമായിരുന്നല്ലോ, വരുന്നില്ലെന്ന് പറയാമായിരുന്നു? അല്ല, ദൈവപുത്രൻ അവിടെ പോയതിൻ്റെ കാരണം അങ്ങനെയുള്ള ഔന്നത്യത്തിൻ്റെ ശുശ്രൂഷകൾ തരാം എന്നും പറഞ്ഞ് ദൈവവചനത്തെയും ദൈവത്തെയും പരീക്ഷിക്കേണ്ടതിനു വേണ്ടി പിശാച് എക്കാലത്തും കർത്താവിനു വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാരുടെ അടുക്കൽ വന്നാൽ അവനെ എങ്ങനെ തോൽപ്പിക്കണം എന്ന് കാണിക്കേണ്ടതിനും ഉദാഹരണത്തിനും മുൻമാതൃക നിന്നുമാണ് ദൈവപുത്രനോട് പോയത്. ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടു നിർത്തി. ഇന്നത്തെ 6 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ. എന്നിട്ട് പറയുകയാണ്, നീ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിൽ തട്ടില്ലവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. 91-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് അവനത് ഉദ്ധരിച്ചിരിക്കുന്നത്. പിശാചിനും വചനങ്ങളൊക്കെ അറിയാം. വാത്സല്യ രാജകീയ പുരോഹിതവർഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വചനം എന്ന ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന എല്ലാവരെയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യരുത്. വചനമായി പറയുന്നവരെ മാത്രം, ദൈവത്തെ പരീക്ഷിക്കുന്ന വിധത്തിൽ ഉള്ള വചനത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നവരുടെ അടുക്കൽ നിന്നുകൊടുക്കരുത്. അവനുമായി സന്ധി സംഭാഷണത്തിന് പോവുകയും ചെയ്യരുത്. മത്തായി എഴുതിയ സുവിശേഷം 4-5-6, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലുമാണ്
ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വചനം പിശാച് ഉദ്ധരിച്ചിരിക്കുന്നത് 91 സങ്കീർത്തനം 12 വാക്യത്തിൽ നിന്നാണ്. അപ്പം 91 സങ്കീർത്തനമൊക്കെ അറിയാവുന്നവനാണ് പിശാച്. ഇത് കൺമോഹത്തെ സംബന്ധിച്ചുള്ള പരീക്ഷ. എന്താണ് പറയുന്നത്? ദൈവം ദൂതന്മാരെ നിന്റെ കീഴിൽ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു നിർത്തിക്കൊള്ളുമെന്ന്. അതിന് ദൈവപുത്രൻ കൊടുത്ത ഉത്തരം നോക്കണം: നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. മത്തായി സുവിശേഷം 4:5-6, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:9-11. ഇവിടെയും പരീക്ഷകൻ തോറ്റു എങ്കിലും തോൽവി സമ്മതിക്കാതെ പരീക്ഷയുടെ 3-ാം ഘട്ടത്തിലേക്ക്, അതായത് ജീവനത്തിൻ്റെ പ്രതാപത്തിലേക്ക് കടക്കുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതിൻ്റെ ഓർഡർ എന്താണെന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ പരീക്ഷണം. അനന്തരം പരീക്ഷകനായ പിശാച് ദൈവപുത്രനെ ഉയർന്ന ഒരു മലയുടെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിൽ കൂട്ടിക്കൊണ്ടുപോയി. കർത്താവ് പോകുകയാണ്. അവിടെയും എന്തിനാണ് പോയത്? നിന്റെ തന്ത്രം എൻ്റെ അടുക്കലും ഞാൻ അയക്കുവാൻ പോകുന്ന എൻ്റെ ഉത്തമന്മാരായ ദൈവദാസന്മാരുടെ അടുക്കലും ഫലിക്കയില്ല എന്നുള്ളത് കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് ലോകത്തിൽ ഉള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് വാഗ്ദത്തം ചെയ്തു. മത്തായി സുവിശേഷം 4:8-9, ലൂക്കോസ് സുവിശേഷം 4:5-8 വരെയുള്ള വാക്യങ്ങൾ. അതിന് ദൈവപുത്രൻ കൊടുത്ത ഉത്തരം മറ്റ് 2 പരീക്ഷണങ്ങൾക്കും മറുപടി കൊടുത്തതുപോലെ ഉത്തരം കൊടുക്കാതെ അവൻ രാജാധിരാജാവും കർത്താധികർത്താവും സർവാധികാരിയായ രാജകുമാരനും ആകയാൽ തൻ്റെ രാജാധികാരം ഉപയോഗിച്ച് പരീക്ഷകനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 4:10, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:8. രാജകീയ പുരോഹിതവർഗം ഒരു കാര്യം മനസ്സിലാക്കണം: കഷ്ടതയോ പട്ടിണിയോ ആപത്തോ ഉപദ്രവമോ വാളോ എന്തും ആകട്ടെ, അത് മാറ്റിത്തരാം, എൻ്റെ കൂടെ വന്നാൽ മതി, ദൈവവചന വിരുദ്ധമായി ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതൽ ജീവനത്തിൻ്റെ പ്രതാപത്തിനും വസ്തു വകൾ സമ്പാദിക്കുന്നതിനും വേണ്ടി നശ്വരമായ ലോകത്തിലെ താൽക്കാലികമായ സുഖഭോഗങ്ങൾക്ക് മുൻപേ പോകരുത്. ഇതോടുകൂടി പരീക്ഷകനായ പിശാച് തൻ്റെ തന്ത്രം മതിയാക്കി ദൈവപുത്രനെ വിട്ടുപോയി. മത്തായി സുവിശേഷം 4:11. ലൂക്കോസ് തദ്വിഷയത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് അങ്ങനെ പിശാച് സകല പരീക്ഷയും തികശേഷം കുറേ കാലത്തേക്ക് വിട്ടുപോയി എന്ന്. ലൂക്കോസ് 4:13. അപ്പോൾ ഇവൻ തോൽവി സംബന്ധിച്ച് പോയെങ്കിലും നിത്യമായി പോകുന്നവനല്ല, പിന്നെയും അവൻ വരും. ഇന്നും നമ്മുടെ അടുക്കൽ ജയം പ്രാപിച്ചുവെങ്കിൽ അത് നിത്യമായ ജയമല്ല. അവൻ ഈ ലോകത്തിൽ ആകാശമണ്ഡലത്തിലെ വായുമണ്ഡലത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നിടത്തോളം കാലം വീണ്ടും വരും. എന്നാൽ ഇവൻ്റെ പ്രവൃത്തി മുഴുവൻ അസ്തമിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവനെ സർവ്വദൂത സൈന്യവുമായി വീണുപോയ ദൂതന്മാരെ മുഴുവൻ പാതാളത്തിലേക്ക് തള്ളിയിടുന്ന ഒരു അന്ത്യവിധിയുണ്ട്. വെളിപ്പാട് പുസ്തകം 20-7-10 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇന്നും അവൻ പരീക്ഷ തുടരുന്നു എന്നുകൂടെ മനസ്സിലാക്കിക്കൊള്ളണം. പ്ലാറ്റ്ഫോമിൽ ഭൗതിക നന്മകൾ വാഗ്ദത്തം ചെയ്യുന്ന, ഭൗതിക അനുഗ്രഹങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ അത് കിട്ടും, അത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ നൈഷന്മികമായ അനുഗ്രഹങ്ങൾ പറഞ്ഞ് വഞ്ചിക്കുന്ന ദുഷ്ടശക്തികളുടെ അഭിഷേകത്താൽ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ ഉപദേശങ്ങളിൽ വീണു പോകരുതെന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. അതിനെ സംബന്ധിച്ച് വിശുദ്ധ യോഹന്നാൻ തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം അതല്ലേ 3 പരീക്ഷണങ്ങളിൽ നടത്തിയത്? ആദാമിനോടും അത് തന്നെയല്ലേ അവൻ ഉപയോഗിച്ചത്? പിശാചിനോടൊരു കാര്യം പറയണം:
ചിലയിടത്തൊക്കെ തന്ത്രം ജയിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ അടുക്കൽ തന്ത്രം ജയിക്കുകയില്ല. കാരണം പിശാചേ, നിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ല ഞങ്ങൾ. മാനവരാശിയുടെ ചരിത്രാരംഭം മുതൽ ഇന്ന് വരെ പലരെ തന്ത്രം ഉപയോഗിച്ച് വീഴ്ത്തിയ പിശാചിൻ്റെ സകല തന്ത്ര ഉപദേശങ്ങളെയും ജയിക്കുന്ന വിശുദ്ധന്മാർ ഇന്നും ഭൂമിയിൽ ഉണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല. പിതാവിൽ നിന്നുള്ളത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയല്ല, സ്വർഗത്തിൽ നിത്യമായ അനുഗ്രഹങ്ങളാകുന്നു. കാരണം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ ചിന്താവിഷയമാകുന്ന രാജകീയ പുരോഹിത വർഗക്കാർ, അതിലെ അംഗങ്ങൾ എല്ലാവരും വിശുദ്ധ യോഹന്നാൻ കർശനമായി എഴുതിയിരിക്കുന്ന ഉപദേശമാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കി അതിൻ്റെ ഗുണഗണവും ഗുണമേന്മയും അറിഞ്ഞ ശേഷം മാത്രമേ ഇന്നത്തെ കാലത്തെയും എക്കാലത്തെയും ഉള്ള പ്രസംഗിയന്മാരാകട്ടെ ഉപദേഷ്ടാക്കന്മാരാകട്ടെ അവരുടെ ഉപദേശങ്ങളും പഠിപ്പിക്കലും പ്രസംഗവും സ്വീകരണവും എല്ലാം വിശ്വസിക്കാവൂ എന്ന് ഓർപ്പിക്കുന്നു. തന്ത്രശാലിയായ പരീക്ഷകൻ ആരോടാകുന്നു അവൻ സംവാദം നടത്തുന്നത് എന്ന് സമ്പൂർണമായി അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ദൈവപുത്രൻ്റെ അടുക്കൽ വരികയില്ലായിരുന്നു. പരീക്ഷകളിൽ ദൈവപുത്രൻ പിശാചിൻ്റെ പരീക്ഷകൾ ഒന്നിലും വീഴാതെ വചനം കൊണ്ട് ജയിച്ച് പരീക്ഷകനെ തോൽപ്പിച്ചു. അതേ ആയുധം തന്നെയാകുന്നു ദൈവപുത്രൻ തൻ്റെ സ്ഥാനാപതികളായിരിക്കുന്ന രാജകീയ പുരോഹിതവർഗം ആകുന്ന നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. ആകയാൽ ദൈവപുത്രൻ തൻ്റെ അവസാന പ്രാർത്ഥനയിൽ എണ്ണച്ചക്കെന്നർത്ഥമുള്ള ഗെത്ശമനി തോട്ടത്തിൽ നെടുമ്പാട നിലത്തു വീണ് പിതാവിനോട് പ്രാർത്ഥിച്ചതിനകത്ത് തൻ്റെ ഇഷ്ടശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന മൂലധനം, ക്യാപിറ്റൽ എമൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ എൻ്റെ വചനം അവർക്ക് കൊടുത്തിരിക്കുന്നു. 17:8. എന്നിട്ട് 20-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 5-ാം അധ്യായം 20-21 നിങ്ങൾ എൻ്റെ സ്ഥാനാപതികളാണ്. വിശുദ്ധ അപ്പസ്തലന്മാർ മുഖാന്തരം നമ്മോട് അറിയിച്ചിരിക്കുന്ന ഉപദേശങ്ങളിലും സുവിശേഷങ്ങളിലും ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള നശ്വരവും നൈഷന്മികവും ക്ഷണഭങ്കുരവും ആയ വേദവിപരീത അനുഗ്രഹങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. സുവിശേഷം എന്ന് പറയുന്ന മുഖംമൂടി ധരിച്ച് പ്രസംഗവേദികൾ കൈയടക്കി ഭരിക്കുന്ന നൂതന ഉപദേഷ്ടാക്കന്മാർ ഏവരും കള്ളപ്രവാചകന്മാർ തന്നെ. അവർക്ക് ദൈവവചനത്തിലുള്ള സത്യ ഉപദേശവും വിശുദ്ധീകരണവും കൊടുക്കുവാൻ താല്പര്യമില്ല. ഭൗതിക നന്മകളാണ് അവർ വാഗ്ദത്തം ചെയ്യുന്നത്. അപ്പസ്തലന്മാരുടെ ഉപദേശങ്ങളിൽ കള്ളപ്രവചനവും കള്ളപ്രവാചകന്മാരും ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ധാരാളം ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയാം, അപ്പസ്തലന്മാരുടെ ഉപദേശങ്ങളിലും എഴുത്തുകളിൽ ലേഖനങ്ങളിലും കള്ളപ്രവചനവും കള്ളപ്രവാചകന്മാരും. നമ്മുടെ രക്ഷിതാവായ ദൈവപുത്രൻ കൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയത് എന്ന് നമുക്ക് തോന്നുന്ന കൽപ്പനകളിലൊന്ന് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇന്ന് ലോകത്തിൽ മഹാനും മഹോന്നതനും ആരാധ്യനും ഭയങ്കരനും ഉന്നതനും അത്യുന്നതനും ഒക്കെ ആയിരിക്കാം. ശരിയല്ലേ? എന്നാൽ അവർ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവർ എന്ന് വിളിക്കപ്പെടും എന്ന് മറന്നു പോകരുത്. മത്തായി സുവിശേഷം 5:19. എന്നാൽ സാക്ഷാൽ ക്രിസ്തു ശിഷ്യരാകുന്ന രാജകീയ പുരോഹിതവർഗമാകട്ടെ അവയെ കർത്താവ് കൊടുത്തിരിക്കുന്ന ആ ഉപദേശ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് അവ ആചരിക്കുകയും പഠിപ്പിക്കേണ്ടതും അത്രേ. പുതിയ നിയമത്തിൽ ദൈവപുത്രൻ അനുശാസിക്കുന്ന അരുതുകൽപ്പനകൾ എന്തെല്ലാം ആകുന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അരുതാത്തത് എന്ത് അരുത്, എന്ത് ആകാം. ചില വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 5:21 കൊല ചെയ്യരുത്. 5:27 വ്യഭിചാരം ചെയ്യരുത്. 5:33 കള്ളസത്യം ചെയ്യരുത്. 5:39 ദുഷ്ടനോട് എതിർക്കരുത്. 6:2
ദാനം കൊടുക്കുമ്പോൾ നോട്ടീസ് അടിച്ചും ഫ്ലെക്സ് അടിച്ചും പേപ്പറിൽ കൊടുത്തും സഭായോഗത്തിൽ വിളിച്ചു പറഞ്ഞും പരസ്യപ്പെടുത്തരുത്. ഇത് കൽപ്പനകളാണ്. ആണ്ടർ മീറ്റിങ്ങിൽ കൊടുത്ത തുക ഇത്ര കൊടുത്തുവെന്ന് പറയുമ്പോൾ ഏറ്റവും മുൻപിൽ വരേണ്ടതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാരിക്കൊടുക്കുന്ന ഔദാര്യ മനസ്കരുണ്ട്. അത് ചെയ്യരുത് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. 6-ാമത്തെ 3-ാമത്തെ വാക്യം. പ്രാർത്ഥന കപടഭക്തിക്കാരുടേതുപോലെ അരുത്. മൈക്കിൽ പ്രാർത്ഥിക്കും, മൈക്കില്ലാത്തടത്ത് പ്രാർത്ഥിക്കത്തില്ല. മത്തായി സുവിശേഷം 6:5. പ്രാർത്ഥിക്കയിൽ ജാതികളെ പോലെ ജൽപ്പനം എന്ന് പറഞ്ഞാൽ ഒരേ വിഷയം ആവർത്തിച്ച് പറയരുത്. 60 പേര് കൂടി നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരേ ഒരു വിഷയം 60 പേരും പ്രാർത്ഥിക്കുന്നു. അതാണ് ജൽപ്പനം എന്ന് പറയുന്നത്. തോമാച്ചൻ പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ അതേ വിഷയം മത്തായിച്ചനും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, മത്തായിപ്പച്ചൻ പ്രാർത്ഥിച്ച അതേ വിഷയം മറിയാമ്മയും പ്രാർത്ഥിച്ചാട്ടെ. ഇതല്ലേ ജൽപ്പനം? ഒരു വിഷയത്തിനൊരു ആപ്ലിക്കേഷൻ മതി. ഒരു വിഷയം ഒരു തവണ ദൈവസേനയിൽ പറഞ്ഞാൽ മതി. മത്തായി സുവിശേഷം 6:7. അടുത്തത്, ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. ടൈ കെട്ടി, സൂട്ട് കെട്ടി, തലയിൽ തുണിയൊക്കെ ഇട്ട്, വെള്ളവസ്ത്രം മാത്രം ധരിച്ച്, ഫോട്ടോ എടുത്ത്, പല പോസ് എടുത്ത് ഇന്നത്തെ പ്ലാറ്റ്ഫോമുകളിലും മറ്റും നടത്തുന്ന ഉപവാസ പ്രാർത്ഥന കച്ചവടക്കാരുടെ വിഷയങ്ങൾ കാണുമ്പോൾ 6-ാമത്തെയും 16-ാമത്തെ വാക്യം ദൈവപുത്രൻ്റെ ആരംഭ ശുശ്രൂഷയിൽ പറഞ്ഞതാണ്. ഇതൊക്കെ പരീശന്മാരും ന്യായശാസ്ത്രിമാരും കപടഭക്തിക്കാരും ചെയ്യുന്നതാണ്. ഇന്നത്തെ പെന്തക്കോസ് കോളത്തിൽ 99% ഇങ്ങനെയുള്ള കപടഭക്തിക്കാരല്ലേ. എന്നെ വിമർശിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേദപുസ്തകത്തിൽ നിന്നുള്ള വിഷയം പറയുന്നു എന്ന് മാത്രം. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ ഭാരപ്പെടരുത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31 25 വാക്യങ്ങൾ. അടുത്തത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങളുടെ എൻഡോമെൻറ്റ് ഡിപ്പോസിറ്റും നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റും ഇടരുത്, നിങ്ങൾ നിക്ഷേപിക്കരുത്. മത്തായി 6:19. ചിട്ടിക്കമ്പനിയും കോടാലി കമ്പനിയും തൂമ്പ കമ്പനിയും വെട്ടുകത്തി കമ്പനിയും അരിവാള് കമ്പനിയും ഒക്കെ നടത്തുന്ന പെന്തക്കോസ്തുകാരും ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഇല്ലേ? തണ്ടൽ കൊടുക്കുകയും, തമിഴ്നാട്ടിലെ ഭാഷയാണ്, തണ്ടൽ കൊടുക്കുകയും 100 രൂപ ചോദിക്കുന്നവന് 90 കൊടുത്ത് 10 രൂപ കയ്യിൽ വാങ്ങി പലിശയായി വെക്കുന്നു. വൈകിട്ട് 100 രൂപ തന്നെ കൊണ്ട് കൊടുക്കുകയും ചെയ്യണം. എന്തോ ഒരു ദ്രവ്യാഗ്രഹമാണിത്. അടുത്തത് 12-ാമത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. മത്തായി സുവിശേഷം 7:6. അരുത് കൽപ്പനകളാണ്. ഇപ്രകാരം 12 വിധ അരുത് കൽപ്പനകൾ അരുളി ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പ്രവചനരൂപേണ നൽകിയിരിക്കുന്ന കൽപ്പനയെ കുറിച്ചുള്ള ഉപദേശം കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവരെന്ത് ചെയ്യുന്നു? ആടുകളുടെ എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടുകളുടെ പ്രൊബാറ്റോൺ, ഷീപ്പ്, ചെമ്മരിയാടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വരും. സാത്താൻ പാമ്പായി തീർന്ന് ഹവ്വയുടെ അടുക്കൽ വന്നതുപോലെ. മത്തായി സുവിശേഷം 7:15, ഉൽപ്പത്തി പുസ്തകം 3:1. അവരുടെ ലക്ഷ്യം വിശ്വാസികളെ കടിച്ചു കീറുകയത്രേ, മേൽവിലാസമില്ലാതെയാക്കി തീർക്കും. എത്രയോ ചരിത്രങ്ങൾ കിടക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7:16. പാമ്പിൻ്റെ ലക്ഷ്യം എന്താണ്? അവളെ ഉപായത്താൽ വഞ്ചിക്കുക എന്നത് തന്നെ. അതുതന്നെയല്ലേ ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ചെയ്യുന്നത്? ഉപായത്താൽ പാവപ്പെട്ട ദൈവമക്കളെ വഞ്ചിക്കുന്നു. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവരുടെ ഫലം മുന്തിരിപ്പഴം അല്ല, മുള്ളിൻ്റെ ഫലം അത്രേ. മത്തായി 7:16. വിശ്വസിച്ചുകൊണ്ട് മുന്തിരിവള്ളിയുടെ രൂപഭേദത്തോടുകൂടെ വരും എങ്കിലും താല്പര്യപ്പെട്ട് ഉണ്ടാകുന്നത് മുന്തിരിപ്പഴമല്ല, അതിൽ വരുന്നത് മുള്ളിൻ്റെ പാപത്തിൻ്റെ പരിണതഫലമാണ്. പാപത്താലാണല്ലോ മുള്ളുണ്ടായത്, പാപത്തിൻ്റെ പരിണതഫലം. പാപത്താൽ അതിൻ്റെ പരിണഫലം മുള്ളാണ്. ഉൽപ്പത്തി 3:18. കള്ളപ്രവാചകന്മാർ പ്രഥമ ദൃഷ്ടിയ മുന്തിരിപ്പഴം പോലെ തോന്നുമെങ്കിലും പിന്നീട് അത് മുള്ളായി തീരും എന്ന് മറന്നു പോകരുത്. 4-ാമത്, കള്ളപ്രവാചകന്മാർ ഉച്ചരിക്കുന്ന പദങ്ങൾ കർത്താവേ കർത്താവേ എന്ന് തന്നെയാണ്. എന്നാൽ അവർ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല. പിതാവിൻ്റെ ഇഷ്ടം ആരും നശിച്ചു പോകരുത് എന്നുള്ളതാണ് യോഹന്നാൻ 1:12, 3:16. എന്നാൽ ഇവരുടെ ഇഷ്ടമോ
കടിച്ചു കീറി ചോര കുടിച്ച് തൃപ്തിപ്പെടുക എന്നതത്രേ. മത്തായി സുവിശേഷം 7:15-21. ആരെങ്ങനെ നശിച്ചാലും കുഴപ്പമില്ല, അവർക്ക് വീട്, നാട്, കൂട്, കൊത്തളങ്ങൾ, മക്കളുടെ ഉപരിപഠനം, പണം, സമ്പാദ്യം, സുഖം, ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കുക എന്നത് മാത്രം. കള്ളപ്രവാചകന്മാരെ സംബന്ധിച്ച് 5ാമത് കൊടുത്തിരിക്കുന്ന വിഷയം, അത് വെളിച്ചദൂതനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വേഷം ധരിച്ച് കള്ള അപ്പസ്തലന്മാർ, കപടവേലക്കാർ ക്രിസ്തുവിൻ്റെ അപ്പസ്തലന്മാരുടെ വേഷം ധരിച്ച് പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ വിവരണീയമായ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമെന്ന് ദൈവപുത്രൻ അരുളി ചെയ്തിരിക്കുന്നു. മത്തായി സുവിശേഷം 7:22. എന്നാൽ ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവം അംഗീകാരത്തോടുകൂടെ ചെയ്യുന്നതല്ല, അവരെ ദൈവം അയച്ചിട്ടും ഇല്ല. യിരെമ്യാ പ്രവചനം 14:14, മത്തായി എഴുതിയ സുവിശേഷം 7:23 വാക്യങ്ങൾ. 6. ഇവർ ജനത്തെ വഞ്ചിക്കുവാൻ പറയുന്ന മലയാളേതര പദങ്ങളും ഭാഷകളും ശബ്ദങ്ങളും ഉച്ചാരണങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിനാലും നിറവിനാലും ഉച്ചരിക്കുന്ന മറുഭാഷകളോ അന്യഭാഷകളോ അല്ല. അതർ ടങ്സ് അതിന് കൊടുത്തിരിക്കുന്നത് എറ്ററേയ്സ് എന്നും അന്യഭാഷകൾക്ക് കൊടുത്തിരിക്കുന്ന പദം ഗ്ലോസായിസ് എന്നുമാണ്. അന്യഭാഷകളും മറുഭാഷകളുമല്ല ഇവർ പറയുന്നത്. പിന്നെയോ ആർക്കും ഒരിക്കലും അറിയുവാൻ കഴിയാത്തതും അവരും അറിയുന്നില്ല, വേറെ ആരും അറിയാത്ത അൺനോൺ ടങ്സ്, അഗ്നൂയ ഗുളാസ എന്നാണ് ഗ്രീക്ക് പദത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെയോ ഇവരുടെ വായിൽ ഭോഷ്കിൻ്റെ ആത്മാവത്രേ. കാരണം ഇവരുടെ മുൻപിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് സത്യത്തെ വിശ്വസിക്കുവാൻ മനസ്സില്ലാതെ ഭോഷ്ക് വിശ്വസിക്കുന്നതിന് ഉള്ള കൃപയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭോഷ്ക് വിശ്വസിപ്പാനുള്ള വരം കൊടുത്തിരിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. എന്നാൽ ആത്മീയനോ സകലത്തെയും ശോധന ചെയ്യുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് എഴുതിയിട്ടുണ്ടായാൽ ഈ കള്ളപ്രവാചകന്മാരുടെ കള്ളഭാഷയും മറുഭാഷയും പ്രവചനങ്ങളും ഒന്നും അല്പം ശ്രദ്ധിച്ചാൽ ആത്മീയന്മാരായ രാജകീയ പുരോഹിതന്മാർ അവസാനം വന്നെത്തിയുന്ന കൺക്ലൂഷൻ ഇത് ദൈവത്തിൽ നിന്ന് അല്ല എന്നുള്ളതത്രേ. അവരെ പരീക്ഷിച്ച് ഇവരുടെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവിനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവർ ഉച്ചരിക്കുന്ന വ്യാജഭാഷകളോ വേറൊരു വിധത്തിൽ സത്യപ്രവാചകന്മാർ സത്യാത്മാവിനാൽ അഭിഷിക്തരായി പറയുന്ന മറുഭാഷയോ അന്യഭാഷയോ വിവിധ മാർഗങ്ങളിൽ വിവിധ തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷം അത് കേട്ട് കാണാപ്പാഠം പഠിച്ച് പറയുന്നതോ ആയിരിക്കും എന്നതിന് ഇരുപക്ഷം ഇല്ല. അതിനുള്ള ആധാരവാക്യങ്ങളും വേദഭാഗങ്ങളും ശ്രദ്ധിക്കുക. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 22:23, ദിനവൃത്താന്തം 2-ാം പുസ്തകം 18:21, 22. ഇവരുടെ ശിക്ഷ, ഇവർ അധർമ്മം പ്രവർത്തിക്കുന്നവർ ആകയാൽ ഇവരെ ഭോഷ്കിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത കള്ളപ്രവാചകനാകുന്ന പൈശാചിക കൃത്യത്തിലെ 3-ാമത്തെ വ്യക്തിയാകുന്ന കള്ളപ്രവാചകന് ലഭിക്കുന്ന അതേ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്കും നിത്യാഗ്നിയിലേക്കും തള്ളപ്പെടും. ആകയാൽ ജാഗ്രതയുള്ളവരായിരിക്കുക. മത്തായി സുവിശേഷം 25:27, വെളിപ്പാട് പുസ്തകം 19:20, 21:7-8, 22:14-15. ആകയാൽ സാക്ഷാൽ രാജകീയ പുരോഹിതവർഗം ആകുന്ന വിശ്വാസികൾ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് ഇവരുടെ വഞ്ചനയിൽ വീണു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ജാഗ്രതയുള്ളവരായിരിക്കുക. നമ്മുടെ കർത്താവ് വരാറായി. കതിരും പതിരും വേർതിരിക്കുന്നത് പോലെ സത്യവിശ്വാസികളെയും കള്ളപ്രവാചകന്മാരെയും ദൈവം വേർതിരിക്കും. നിത്യതയിൽ ദൈവദാസീദാസന്മാർ ദൈവത്തോടു കൂടെ പ്രവേശിക്കും. എന്നാൽ കള്ളപ്രവാചകനെയും മൃഗത്തെയും സാത്താനെയും തീപ്പൊയ്യിൽ തള്ളിയിടുന്ന ആ ഘോര ദിവസത്തിൽ നാം ആരോടുകൂടെ ആയിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്ന പരീക്ഷാഘട്ടമാണ് ഈ ലോകത്തിലെ
അത്യല്പമായ ആയുസ് 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ ജീവിതകാലം. മറന്നു പോകരുത്. ജാഗ്രതയുള്ളവരായിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത്. കള്ളപ്രവാചന്മാരുടെ പിന്നാലെ പോകരുത്. കേൾക്കുന്നത് അങ്ങനെ തന്നെ ഉള്ളതാണോ എന്ന് പൗലോസ് പ്രസംഗിച്ച വിഷയങ്ങൾ പോലും ബെരോവിയിലെ വിശ്വാസികൾ പരിശോധിച്ചു നോക്കിയെങ്കിൽ ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മുൻപിൽ ആര് വന്ന് ദൈവവചനം പ്രസംഗിച്ചാലും ദൈവവചനം ആകുന്ന ഉരകലിൽ ഉരച്ചു നോക്കി അതിനനുസരിച്ചുള്ളതല്ലെങ്കിൽ അവരെ നിങ്ങളുടെ ഭവനത്തിൽ കയറ്റുകയോ അവരുമായി വന്ദനം ചെയ്യുകയോ അവരുമായി കൂട്ടായ്മ ആചരിക്കുകയോ ചെയ്യരുത് എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ ആര് വന്നാലും അവരെ നിങ്ങൾ കൈക്കൊള്ളരുത്. കൈക്കൊണ്ട് അവർക്ക് വന്ദനം ചെയ്യുകയോ കൈകൊടുക്കുകയോ ചെയ്താൽ അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾക്കും ദോഷവശങ്ങൾക്കും നിങ്ങളും ഓഹരിക്കാരാകും എന്ന് മറന്നു പോകരുത്. അത് ഓർത്തുകൊള്ളണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇന്നത്തേത് ഇവിടെ നിർത്തുന്നു. തുടരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഗ്രഹിക്കുവാനും അടിയങ്ങൾക്ക് കൃപ തരുമാറാകണം. കള്ളനായ ദുഷ്ടപിശാചിൻ്റെ തന്ത്രത്തിലും വ്യാപാരത്തിലും കുടുങ്ങിപ്പോകുന്ന ഒരു വലിയ തലമുറ ഇന്നത്തെ ലോകത്തിലുണ്ട്. അതിന് നടുവിൽ ഒരു ശേഷിപ്പ് ദൈവത്തിനുള്ളതുപോലെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജിപ്പാൻ കഴിയാത്ത വേലക്കാരായി നിൽപ്പാൻ, വിശ്വാസികളായി നിൽപ്പാൻ ഞങ്ങളെയും ദൈവം സഹായിക്കുമാറാകണമേ എന്നൊരിക്കൽ കൂടെ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ.